നമ്മുടെ കേരളത്തിന്റെ മഹത്വം എന്താണ്? റിയൽ കേരള സ്റ്റോറി എന്താണ്? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കുന്നവരും മുസ്ലിങ്ങൾക്കിടയിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരും മുസ്ലിം സമൂഹത്തോട് ബാക്കി എല്ലാ സമുദായത്തെയും ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ശ്രമിക്കുന്ന നമ്മുടെ തീവ്ര വലതുപക്ഷത്തെ സുഹൃത്തുക്കളും കാണേണ്ട വാർത്തയാണ്. മനോരമ കവർ ചെയ്തിരിക്കുന്നതാണ്. ഗംഭീര വാർത്തയാണ്. ഒന്ന് അത്യുത്തര കേരളത്തിലേക്ക് പോവാം. മതസൗഹാർദ്ദത്തിന്റെ കഥ പറയുകയാണ് മഞ്ചേശ്വരം മഞ്ചിഷ്ണാർ ക്ഷേത്രവും 1000 ജമാഅത്ത് പള്ളിയും. ക്ഷേത്രോത്സവം ക്ഷണിക്കാൻ പള്ളിവാളേന്തി പള്ളിമുറ്റത്തെത്തിയ വെളിച്ചപ്പാടിനെ സ്വീകരിച്ചത് ജുമാ നമസ്കാരം കഴിഞ്ഞിറങ്ങിയ വിശ്വാസികളാണ്. ക്ഷേത്രത്തിന് ഉത്സവത്തിന് ക്ഷണിക്കാനാണ് വെളിച്ചപ്പാടും ക്ഷേത്ര ഭാരവാഹികളും പള്ളിമുറ്റത്തെത്തിയത്. മാടാ ക്ഷേത്രത്തിന് സമീപത്തെ സിംഹാസനത്രയിൽ നടന്ന ചടങ്ങിന് ശേഷമാണ് വെളിച്ചപ്പാടുകളും ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും പുറപ്പെട്ടത്. പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ ഉപചാരപൂർവ്വമുള്ള വരവേൽപ്പ് സ്വീകരിച്ച് വെളിച്ചപ്പാടുകൾ അനുഗ്രഹം നൽകിയാണ് മടങ്ങിയത്. എത്ര വർഷമായി എന്നതിന് പോലും നമുക്ക് അറിയാത്തോടത്തോളം ഒരു കാലപ്പഴക്കമുള്ള ഒരു ആചാരമാണ് ഇവിടെ നടക്കുന്നത്. ആ ആചാരത്തിനെയും അനുഷ്ഠാനത്തെയും ഞങ്ങൾ ജമാഅത്ത് നിവാസികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരും വളരെയധികം ആദരവോടുകൂടിയാണ് കാണുന്നത്. ഉദ്ദാവരം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആവശ്യമായുള്ള സാധനങ്ങൾ ഒരുക്കാൻ പള്ളി കമ്മിറ്റി സഹായിക്കും. പള്ളിയിലെ ഉറൂസിന് ക്ഷേത്രം വകയാണ് അരിയും നെയ്യും എണ്ണയും. മനോരമ ന്യൂസ്, കാസർഗോഡ്. ഇതാണ് നമ്മുടെ നാടിന്റെ മഹത്വം. ഇവിടെയാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നും, അല്ലെങ്കിൽ 50 മുസ്ലിങ്ങളുള്ളിടത്ത് 5 ഹിന്ദു ഫാമിലീസിന് ഒരുമിച്ച് താമസിക്കാൻ കഴിയില്ല എന്ന് കള്ളം പറയുന്ന യോഗി ആദിത്യനാഥ് ജിയെ പോലുള്ള മുഖ്യമന്ത്രിമാരും ഒക്കെ ഉള്ള നാട്ടിൽ അവരെ ഇത് കാണിക്കണം. ഈ കേരള മോഡലാണ്, ഈ നമ്പർ 1 കേരളയാണ് നമ്മൾ ലോകത്തെ കാണിക്കേണ്ടത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഇത് BJP യോ RSനോ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല. അതായത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനും ഫൈറ്റ് ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എത്ര സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലെ? അതായത് ആ പള്ളിയിലെ ഉറൂസിന്റെ അരിയും മറ്റു കാര്യങ്ങളും അമ്പലത്തിൽ നിന്നാണ് പോകുന്നത്. അമ്പലത്തിന്റെ ഉത്സവത്തിലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ 2 സഹോദരങ്ങളൊന്നും വിചാരിക്കുക, ഒരു റാമും റഹീമും അല്ലെങ്കിൽ എന്ത് പേരാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓണവും ഈദും ക്രിസ്മസും വിഷുവും ഇനി ഏതെങ്കിലും മിസ് ചെയ്ത എന്താണെങ്കിലും ആഘോഷം ഒരുമിച്ച് പോകുന്ന ഒരു രീതിയല്ലേ നമ്മുടെ നാടിന്റെ മഹത്വം. ഈ മഹത്വം ഇല്ലാതാക്കരുത്. ഈ മഹത്വം ഇല്ലാതാക്കി ഈ നാടിനെ വിദ്വേഷത്തിലേക്ക് തള്ളിവിടരുത്. ഇതൊന്നും വാർത്തകൾ പോലും പണ്ടാവില്ലായിരുന്നു. ഞാൻ ഈ സ്ഥിരം നമ്മുടെ ശബരിമലയിലെ അയ്യപ്പനെയും വാവരെയും കുറിച്ച് നോർത്ത് ഇന്ത്യൻ മീഡിയ ചെന്ന് പറയുമ്പം ആദ്യകാലത്ത് പല ആൾക്കാരും, നമ്മുടെ കേരളത്തിലെ ആൾക്കാരും പറയും, ഇതൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ അങ്ങനെ തന്നെ അല്ലേ? ഇത് നമ്മളൊക്കെ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെയല്ലേ? അങ്ങനെയല്ല. കള്ളം പറയുന്ന ഒരുപാട് പേരുണ്ട്. ഈ രീതി ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത, നാണവും മാനവും ഇല്ലാതെ വാവരല്ലെന്നും വാപൂരനാണെന്നും കള്ളം പറയുകയും അതിന്റെ പേരിൽ കള്ള ദേവപ്രശ്നം നടത്തുകയും അതിന് കാശ് മുടക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്തരം ആൾക്കാരെ നമ്മുടെ സമൂഹം തള്ളിപ്പറയണം. ഇത്തരം ആൾക്കാരെ നമ്മുടെ സമൂഹം തള്ളിക്കളയണം. അതായത് ഇത്തരം ആൾക്കാരെ നന്നാക്കി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്, സംശയമൊന്നുമില്ല. ഒരു നാണവും മാനവും ഇല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടി കള്ളം പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കാനാകില്ല. ഓരോ പോസിറ്റിവിറ്റിയുടെ വാർത്തകളും നമ്മൾ കൂടുതൽ വളർത്തണം, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം, ഷെയർ ചെയ്യണം, റീട്വീറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. കാര്യം അതിന് ഒരു വളർച്ച ഉണ്ടാകണം. അല്ലാതെ ഈ നെഗറ്റിവിറ്റിയുടെ പേരിൽ അടി ഉണ്ടാക്കുന്നവരുടെ പുറകെ നമ്മൾ പോരുത്. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി, അഭിമാനം തോന്നി. ആ ക്ഷേത്രത്തിനും ആ പള്ളിക്കും പ്രണാമം. ആ നല്ല വാർത്ത നമുക്ക് എത്തിച്ച മനോരമയ്ക്ക് പ്രണാമം. ഇതാണ് നമ്മുടെ നാടിന്റെ ഇത്. ഞാൻ ആലങ്കാരികമായി പറയുന്നതാണ്. ക്ഷേത്ര ഹിന്ദുക്കളുടെയാണ്, നമ്മുടെ പള്ളി മുസ്ലിങ്ങളുടെയാണ്. ബഹുഭൂരിപക്ഷം മനോരമയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരു ക്രിസ്ത്യൻ ഫാമിലിയുടെയാണ്. ഇതാണ് നമ്മുടെ നാടിന്റെ ഐക്യം. എവിടെ സന്തോഷം കണ്ടാലും അത് പ്രസരിപ്പിക്കാനും ഒരുമിച്ച് കൊണ്ടുവരാനും കഴിയുന്ന രീതിയിൽ അങ്ങനെ ആകട്ടെ ഈ നാട്. ഈ നാടിന്റെ മഹത്വം അതാണ്. ജയ് ഹിന്ദ്.